ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഷാഡോ ഗാർഡിയൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഈ ഒരു ഷാഡോ ഗാർഡിയൻ എന്ന് പറയുന്നത് ഇതൊരു നൊസ്റ്റാൾജിയ ഗെയിമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഇതൊരു പണ്ടത്തെ ഗെയിമാണ്. അത് മാത്രമല്ല ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഈ ഗെയിം നമ്മളിന്ന് ഡൗൺലോഡ് ആകുന്ന വിധവും അതിൻ്റെ ഒരു ഗെയിം പ്ലേ കാണിക്കത്തില്ല, ഡൗൺലോഡ് ആകുന്ന വിധമാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡൗൺലോഡൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര സിമ്പിൾ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒന്ന്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന എസ്റ്റാർച്ചർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, ഇൻസ്റ്റാൾ ചെയ്താൽ. പിന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ഒരു ലിങ്ക് കാണും, അതിൽ ചെന്നിട്ട് APK OBB ഫയൽ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങൾ എസ്റ്റാർച്ചർ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ എന്തോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. എസ്റ്റാർച്ചർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ നിങ്ങൾ OBB ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞെക്കുക. എന്നിട്ട് എക്സ്ട്രാക്ട് ഹിയറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്ട് ഹിയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ അത് എക്സ്ട്രാക്ട് ആവുക. അപ്പം ഞാനത് കാണിക്കാമല്ലോ. എക്സ്ട്രാക്ട് ആകുമ്പോൾ റീപ്ലേസ് ടു ആൾ ഫയൽസ് എന്നും പറഞ്ഞാണ് റീപ്ലേസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ OBB ഫയൽ എടുത്തതിന് ശേഷം അത് APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. OBB ഫയൽ കോപ്പി ചെയ്ത്. അപ്പം നിങ്ങൾ ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് OBB ഫയൽ എക്സ്ട്രാക്ട് ചെയ്തില്ല, എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം ഡിവൈസ് മെമ്മറി എടുക്കുക. ഡിവൈസ് മെമ്മറി എടുത്തതിന് ശേഷം ആൻഡ്രോയിഡ് എടുക്കുക. ആൻഡ്രോയിഡ് എടുത്തതിന് ശേഷം OBB കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേ ഫയൽ തന്നെ വീണ്ടും കോപ്പി ചെയ്തതിന് ശേഷം ആൻഡ്രോയിഡ് എടുക്കുക. ഡേറ്റ എടുത്തിട്ട് ഡേറ്റയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഫയൽ എളുപ്പത്തിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുക. എന്നിട്ട് നിങ്ങൾ എടുത്ത് കളിച്ചോളുക. അപ്പം ഇതിൻ്റെ ജസ്റ്റ് നിങ്ങൾ ഫയൽ ഡൗൺലോഡ് ആക്കാൻ ചോദിക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഞോന്ന് കൊടുത്താൽ മതി. ഫയൽ ഇവിടെ നമ്മൾ ഡൗൺലോഡ് ഇവിടെ കഴിഞ്ഞു.